ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കാൻ പോണത്. ഹിസ്റ്ററിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി, ദേശീയ പ്രസ്ഥാനവും ഇന്ത്യൻ ജനാധിപത്യവും. നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി. അപ്പോൾ നമ്മൾ ദേശീയത എന്ന് പറയുന്നൊരു വികാരം എങ്ങനെയാണ് ഇന്ത്യൻ ജനതയുടെ ഉള്ളിൽ മുള പൊട്ടിയെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. ഇനി അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ പോകുന്നത് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിട്ടുള്ള പലതരം പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, ഗാന്ധിജി കടന്നു വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് ഹോം റൂൾ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഹോം റൂൾ മൂവ്മെൻറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യ ഡയറക്റ്റായിട്ട് പങ്കെടുത്തിരുന്നില്ല, പക്ഷേ ബ്രിട്ടൻ അതിലൊരു പങ്കാളിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടൻ സഹായിക്കാനായിട്ട് അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ എന്താ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടനെ സഹായിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വയം ഭരണം അവർ നൽകുമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രിട്ടനെ സഹായിക്കാമെന്ന് നമ്മൾ പറയുകയും അങ്ങനെ നമ്മൾ അവരെ ആ രീതിയിലൊക്കെ നമ്മൾ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ അവരെന്താണ്, കാര്യം കഴിഞ്ഞപ്പോൾ പാലം കടക്കുവോളം നാരായണ, അത് കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറയുന്ന പോലെ അവരെന്താണ്, അവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ അവരെന്തായി, അവർ നമുക്ക് സ്വയംഭരണം തരാമെന്നുള്ള വാക്കൊക്കെ അവർ തെറ്റിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്താണ്, ബ്രിട്ടൻ അവരുടെ ചുവട് മാറ്റി. അപ്പോൾ നമുക്ക് മനസ്സിലായി, എന്താ, ഒരു ജനകീയ സമ്മർദ്ദത്തിൽ കൂടെ മാത്രമേ എന്താണ് നമുക്ക് നമ്മുടെ സ്വയം ഭരണം, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളത് നമ്മുടെ ദേശീയ നേതാക്കൾക്കൊക്കെ മനസ്സിലായി. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ഒരു മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്താണ്, നമ്മൾ ഈ ഹോം റൂൾ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ ജനകീയ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് എന്ത്, ഹോം റൂൾ പ്രസ്ഥാനം. 1916 2 ഹോം റൂൾ ലീഗുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന തിലകൻ ഏപ്രിലിൽ ബൽഗാമിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. ആദ്യം സ്ഥാപിച്ചത് തിലകൻ, നമ്മുടെ ബാലഗംഗാധര തിലക് ബൽഗാമിൽ സ്ഥാപിച്ചു. അതേപോലെ 1916 മദ്രാസിൽ ആനി ബസന്റ് സ്ഥാപിച്ചു. അങ്ങനെ 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു 1916. ഇനി ഈ ഹിസ്റ്ററിയിലെ കാര്യം അറിയാലോ, വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവരെന്ത് ചെയ്തു, ഇന്ത്യയിലുടനീളം ഇവർ സഞ്ചരിച്ചിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടും നമ്മുടെ സ്വയംഭരണത്തെക്കുറിച്ചൊക്കെയുള്ള ഇന്ത്യയിലെ ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ഇന്ത്യയിലുടനീളം ഇതുപോലുള്ള ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കിടയിൽ ഒരുപാട് എന്താണ്, ആ ഒരു ബോധവൽക്കരണം കിട്ടി, അവർക്ക് ആ ഒരു രീതിയിലേക്ക് മാറാനായിട്ട് പറ്റി. അപ്പോൾ ആ ഒരു സമയത്താണ് ബാലഗംഗാധര തിലകൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്രസ്താവന, സ്വയംഭരണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും, ആ ഒരു മുദ്രാവാക്യം അദ്ദേഹം മുഴക്കിയത്. അപ്പോൾ ഇതിങ്ങനെ കരുത്താർജിച്ച്, ഈ പ്രസ്ഥാനം കരുത്താർജിച്ച് വന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവരതിനെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു. ഡൽഹിയിലും പഞ്ചാബിലും തിലകം പ്രവേശിക്കുന്നതിനെ അവർ വിലക്കി, ആനി ബസന്റിനെ വീട്ടുതടങ്കലിലാക്കി. ഗവൺമെൻറ്റിനെതിരെ, അപ്പോൾ ഇതൊക്കെ സംഭവിച്ചപ്പോൾ എന്താണ്, ജനങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ബോധം വന്നൂല്ലേ, അവർ ഗവൺമെൻറ്റിനെതിരെ തിരിയാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഇവരെന്ത് ചെയ്താണ്, പതുക്കെ ഉത്തരവാദിത്ത ഭരണം നൽകാമെന്ന് പറഞ്ഞ് ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു, ആര്, ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ അതോടുകൂടി എന്താണ്, ഹോം റൂൾ പതുക്കൊന്ന് പിൻവലിയാനായിട്ട് തുടങ്ങി, കാരണം അവർ പറഞ്ഞ കാര്യം നടന്നല്ലോ. അപ്പോൾ അങ്ങനെ 1917 ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്താണ്, പതുക്കെ ഉത്തരവാദിത്ത ഭരണം നൽകാമെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പ്രഖ്യാപിച്ചു. അപ്പോൾ അതോടുകൂടി എന്താണ്, ഹോം റൂൾ പ്രസ്ഥാനം അവസാനിച്ചു. അപ്പോൾ ആനി ബസന്റ് അവിടെ അവസാനിച്ചു. പിന്നെ 1919 കൂടിയിട്ട് അത് മൊത്തത്തിൽ അങ്ങനെ കെട്ടടങ്ങി. ഇതാണ് നമ്മൾ ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ളത്. ബ്രിട്ടീഷുകാർ പറഞ്ഞു പറ്റിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, നമ്മൾ അവർക്കെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയുള്ള പ്രസ്ഥാനമാണ്. അപ്പോൾ നമ്മളെ വഴിക്ക് അവർ പതുക്കെ നൽകാമെന്ന് പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് ആ പ്രസ്ഥാനം അവിടെ അവസാനിക്കുകയാണ്. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്വദേശി അതുപോലെ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതെങ്ങനെയാണ് ബംഗാൾ ജനതയിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്.
അപ്പോൾ അതിന് മുന്നേ എന്താണ് ഈ സ്വദേശി അല്ലെങ്കിൽ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ നോക്കാം. അപ്പോൾ ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് ഇങ്ങനെ ഹോം റൂളും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്താണ് നമ്മളെന്താണ് നമ്മുടെ ഒരു സ്ഥിതി എന്നുള്ളത് ഇന്ത്യൻ ജനതയ്ക്കുള്ളിൽ മനസ്സിലാവുകയും ബ്രിട്ടീഷുകാരോടുള്ള ഒരു എതിർപ്പ് ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഗണിക്കുക അങ്ങനെയുള്ള ഒരു അവസ്ഥ വരികയും അതിന് വേണ്ടിയിട്ട് പാശ്ചാത്യ സാധനങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ് ബഹിഷ്കരിക്കുക. വിദേശ വസ്ത്രങ്ങൾ അതുപോലെ അവരുടെ നികുതികൾ നമ്മൾ കൊടുക്കില്ല, അലക്കുകാർ വിദേശ വസ്ത്രങ്ങൾ അലക്കില്ല, പുരോഹിതന്മാരെന്താണ് വിദേശ സാധനങ്ങളൊന്നും കൊണ്ട് പൂജകൾ ചെയ്യില്ല, അതേപോലെ സ്ത്രീകൾ വിദേശ വളകൾ അണിയുന്നത് നിർത്തുക, വിദേശ സ്കൂളുകൾ, കോടതികൾ, കോളേജുകൾ അതൊക്കെ ബഹിഷ്കരിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനത വന്നു. ഇതാണ് സ്വദേശി അല്ലെങ്കിൽ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിസ്സഹരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച ആദ്യ പ്രക്ഷോഭമാണ് വൻ പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗാന്ധിജി നയിച്ചിട്ടുള്ള ആദ്യ പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം. 1920 മുതൽ 22 വരെയാണ് അതിൻ്റെ കാലഘട്ടം വരുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ വിദേശീയമായിട്ടുള്ള ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യാതൊരു തരത്തിലും സഹകരിക്കില്ല. ഇത് പൂർണ്ണമായും എങ്ങനെയാണ് ഒരു അഹിംസാപരമായിട്ടുള്ള മൂവ്മെൻ്റാണ്. വിദേശ വസ്ത്രങ്ങൾ എടുക്കില്ല, നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ കോടതികളിൽ നിന്ന് നമ്മുടെ വക്കീൽമാരൊന്നും പ്രാക്ടീസ് ചെയ്യില്ല. അതേപോലെ തന്നെ വിദേശ സ്കൂളുകളിൽ പഠിക്കില്ല, കുട്ടികൾ പഠിപ്പിക്കാൻ ടീച്ചേഴ്സൊന്നും പോവില്ല. അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള നമ്മൾ വിദേശീയരായിട്ടുള്ള യാതൊരു തരത്തിലും നമ്മൾ സഹകരിക്കില്ല. അതുപോലെ ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കുക, ഹിന്ദു മുസ്ലിം മതമൈത്രി വളർത്തുക, മദ്യനിരോധനം, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ദേശസാൽക്കരണം. അത് നമ്മൾ നമ്മുടെ സ്കൂളുകൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യണത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നു, അതായത് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് അനാചാരങ്ങളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സതി നിരോധിച്ചു, അതുപോലെ അയിത്തോ ചാടനൊക്കെ നിരോധിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജിക്ക് അവരുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ പതുക്കെ എന്താണ് അവർ നമ്മുടെ മേലൊരു അധികാരം സ്ഥാപിച്ചെടുക്കാനും തീരുമാനിച്ചത്. അപ്പോൾ അത് ഗാന്ധിജിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെതിരെ അഹിംസാപരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അദ്ദേഹം നടത്തുകയാണ്. അതാണ് ഈ നിസ്സഹരണ പ്രസ്ഥാനം. യാതൊരു തരത്തിലും അവരായിട്ട് സഹകരിക്കാതിരിക്കാം. അപ്പോൾ അങ്ങനെ ഇത് പതുക്കെ രാജ്യമൊട്ടാകെ ഇതിങ്ങനെ വ്യാപിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ വ്യാപിച്ച് വരുന്ന സമയത്ത് 1922 ഫെബ്രുവരി 5 ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിൽ 3000-ഓളം കർഷകർ വളരെ സമാധാനപരമായിട്ടൊരു ജാഥ നടത്തുമായിരുന്നു. ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിൽ 3000-ഓളം കർഷകർ വളരെ സമാധാനപരമായിട്ടൊരു ജാഥ നടത്തായിരുന്നു. ആ ജാഥയിലേക്ക് ബ്രിട്ടീഷ് പോലീസുകാർ കടന്നു വന്ന് വെടി ഉയർത്തി കുറേ ആൾക്കാരെ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ രോഷാകുലരാവുകയും അവർ ചൗരി ചൗരയിലുള്ള പോലീസ് സ്റ്റേഷനെ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന 22ഓളം പോലീസുകാർ അതിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി ഗാന്ധിജി എന്താണ് ഉദ്ദേശിച്ചത്, അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഗാന്ധിജി തീർത്തും സമാധാനപരമായ അല്ലെങ്കിൽ അഹിംസാപരമായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ജനങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായിട്ട് ഗാന്ധി എന്ത് ചെയ്തു, നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചു. അങ്ങനെ ചൗരി ചൗര സംഭവത്തോട് കൂടിയിട്ട് നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം, നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാനിടയായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ചൗരി ചൗര സംഭവമാണ്. 1922 നടന്ന ചൗരി ചൗര സംഭവമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഭവമാണ് സൈമൺ കമ്മീഷൻ. അപ്പോൾ സൈമൺ കമ്മീഷൻ എന്ന് പറയുമ്പോൾ മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞിട്ട് ചില പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് 1927 നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് 7 അംഗങ്ങളടങ്ങിയ ഇന്ത്യൻ ഭരണഘടനാ കമ്മീഷനെ നിയമിച്ചു. 1927 നവംബറിൽ 7 അംഗങ്ങളടങ്ങിയിട്ടുള്ള കമ്മീഷനെ നിയമിച്ചു. ഇനി
ഈ കമ്മീഷൻ സർ ജോൺ സൈമൺ ആണ് അതിൻ്റെ അധ്യക്ഷനായിരുന്നത്. അതുകൊണ്ടാണ് അതിന് സൈമൺ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിയമിച്ചത്. പക്ഷെ അതിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. ഇന്ത്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഇന്ത്യക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒക്കെ ഫുൾ എന്താണ്, ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അവരൊരിക്കലും എന്താണ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കില്ല. അവരെന്താണ് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തുള്ള കാര്യങ്ങളല്ല പറയുള്ളൂ. അപ്പോൾ ഇവർ അങ്ങനെ നിയമിച്ചിട്ട് 1928 ഫെബ്രുവരി 3 എന്താണ് ഈ കമ്മീഷൻ ഇന്ത്യയിലെത്തി. ബ്രിട്ടനിൽ നിന്നും അവർ ഇന്ത്യയിലെത്തി. ആ അന്ന് തന്നെ നമ്മൾ ഇന്ത്യക്കാരെന്താണ് ഇവിടെ ഹർത്താൽ ആചരിക്കുകയാണ്. അവർ ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. ആ എതിർപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹർത്താൽ ആചരിക്കുകയാണ്. സൈമൺ ഗോ ബാക്ക്, അതാണ് നമ്മുടെ മുദ്രാവാക്യമായിരുന്നത്. സൈമൺ തിരിച്ചു പോവുക. സൈമൺ എന്ന് പറയുന്നത് സൈമണോട് തിരിച്ചു പോകാനല്ല, സൈമൺ കമ്മീഷൻ തിരിച്ചു പോകാന്നുള്ളത്. സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന നമ്മൾ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് നമ്മളതിനെ എതിർത്തു. ഹർത്താലും ഇതൊക്കെ സംഘടിപ്പിച്ചു. പക്ഷെ നമ്മൾ എന്തൊക്കെ തരത്തിൽ നമ്മൾ എതിർത്തിട്ടും എന്താണ് ആ കമ്മീഷൻ അവർ വന്ന കാര്യം നിറവേറ്റിയിട്ടില്ലെങ്കിൽ അവർ വന്ന കാര്യം പഠനം നടത്തിയിട്ട് അവർ തിരിച്ചു പോയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങളിലൊക്കെ എന്താണ് ലാത്തി ചാർജിൽ ലാലാ ലജ്പത് റായ്ക്ക് അതിഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. സൈമൺ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ മരണപ്പെട്ട രക്തസാക്ഷിയാണ് ആര്? ലാലാ ലജ്പത് റായ്. അങ്ങനെ 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്തു. ഇത് ചോദിക്കാം കേട്ടോ, സൈമൺ കമ്മീഷൻ. അപ്പോൾ ഇതിൽ വരുന്ന വർഷങ്ങൾ, ചെറിയ ചെറിയ നോട്ടഡ് ആയിട്ട് വരുന്ന പേരുകൾ, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്വരാജ് പാർട്ടി. അപ്പോൾ ഈ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത് നിസ്സഹരണ പ്രസ്ഥാനമാണ്. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം ചൗര സംഭവം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഒരു കണക്ഷൻ വരുന്നതാണ് എന്ത്, സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ കാരണം നിസ്സഹരണ പ്രസ്ഥാനം. അപ്പോൾ ഇങ്ങനെ നിസ്സഹരണ പ്രസ്ഥാനം ഇങ്ങനെ പെട്ടെന്ന് നിർത്തിവെച്ചത് കോൺഗ്രസ്സിലുള്ള ചില ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെടാത്തതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു അടിച്ചമർത്തൽ പോലെയല്ലേ അത് സംഭവിച്ചത്. കാരണം നമ്മളൊരു രീതിക്ക് ഇങ്ങനെ കയറി വന്നിട്ട് പെട്ടെന്ന് ഗാന്ധിജി അത് അങ്ങോട്ട് പിൻവലിക്കുമ്പോൾ അത് അങ്ങോട്ട് ചിലവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയിട്ട് കുറച്ച് പരിപാടികൾ അങ്ങോട്ട് ആസൂത്രണം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ 2 തരത്തിൽ അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് പരിവർത്തനാനുകൂലികളും അതേപോലെ പരിവർത്തന നിഷേധികളും. പരിവർത്തന നിഷേധികളും. ഈ പരിവർത്തനാനുകൂലികൾ പറയുന്നത് നമ്മൾ പുറത്ത് നിന്ന് കളിക്കാണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്, അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കഴിഞ്ഞു, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ അവരുടെ ഭരണത്തിൻ്റെ ഉള്ളിൽ നമ്മളും അതിൽ ഇടപെടുക. അതായത് ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിലേക്ക് നമ്മളും ഇടപെട്ടിട്ട് അവരുടെ ഭരണത്തിൽ നമ്മളും കൂടെ പങ്കു ചേർന്നിട്ട് നമ്മൾ അവരെ എതിർക്കണമെന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരാണ് എന്ത്, പരിവർത്തനാനുകൂലികൾ. പരിവർത്തന നിഷേധികൾ എന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് യാതൊരു തരത്തിലും സഹകരിക്കേണ്ട, നമ്മളിവിടെ പുറത്ത് നിന്നുകൊണ്ട് അവരെ എതിർക്കുക. അങ്ങനെ 2 അഭിപ്രായമുള്ള ആൾക്കാർ കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ CR ദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നിയമനിർമ്മാണ സഭ ബഹിഷ്കരിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, അതിൽ പ്രവേശിച്ചിട്ട് ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ ഉള്ളിൽ നിന്നുകൊണ്ട് തടസ്സപ്പെടുത്തണമെന്ന് വാദിച്ചു. നേരത്തെ പറഞ്ഞ പോലെ, അതായത് നമ്മൾ പുറത്തു നിന്ന് കളിക്കാണ്ട് എന്ത് ചെയ്യുക, അതിനകത്ത് കയറിയിട്ട് അവിടെ കിടന്നിട്ട് അവരെ എതിർക്കുക. അങ്ങനെ പറഞ്ഞവരാണ് ആര്, പരിവർത്തനാനുകൂലികൾ. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ, രാജഗോപാലാചാരി, രാജേന്ദ്ര പ്രസാദ്, ആ ഒരു ടീം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് യാതൊരു സഹകരണം വേണ്ട, നമ്മളെന്ത് ചെയ്യുക, പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ അവരെ നിഷേധിച്ചു കൊണ്ടേ ഇരിക്കുക. അങ്ങനെയുള്ളവരാണ് ആര്, പരിവർത്തന നിഷേധികൾ. അപ്പം അങ്ങനെ 2 കൂട്ടം ആൾക്കാർ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1922 ഡിസംബറിൽ കോൺഗ്രസിൻ്റെ ഗയ സമ്മേളനത്തിൽ CR ദാസ് ഇതിങ്ങനെ
അതായത് നമ്മൾ ഇതുപോലെ ഈ നിയമനിർമ്മാണ കൗൺസിലിലേക്ക് നമ്മൾ പോകണമെന്ന് CR ദാസ് അഭിപ്രായപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭ്യർത്ഥന എന്താണ് കോൺഗ്രസ് പൂർണ്ണമായിട്ടും നിരാകരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് എന്താണ്, നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നിഷേധിക്കണം എന്നാണല്ലോ, ഉള്ളിൽ കയറിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തണം. അപ്പോൾ അതാണ് കുറച്ചും കൂടി ബെറ്റർ എനിക്കങ്ങനെ തോന്നണേ കേട്ടോ. പുറത്തു നിന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ, ഉള്ളിൽ കയറിയിട്ട് അവരെ നമ്മൾ ചെയ്യണം. അപ്പോൾ അദ്ദേഹം അവർ പറയണ ഇതുപോലെ തന്നെ ഇലക്ഷനിലൊക്കെ പങ്കെടുക്കണം, എന്നിട്ട് നമ്മൾ അവരുടെ എന്താ പറയുക ഭരണകൂടത്തിൽ കയറിയിട്ട് നിഷേധിക്കണം എന്ന് CR ദാസ് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായിട്ടും അതിനെ നിരാകരിച്ചു. അപ്പോൾ അത് ആൾക്ക് വിഷമായി. അപ്പോൾ ആളെന്ത് ചെയ്തു, CR ദാസും മോത്തിലാൽ നെഹ്റുവും പോയിട്ട് എന്താണ് വേറൊരു പാർട്ടിക്ക് രൂപം കൊടുത്തു. ആ പാർട്ടിയാണ് ഇത് സ്വരാജ് പാർട്ടി. അങ്ങനെ CR ദാസ് അതിൻ്റെ അധ്യക്ഷനാവുകയും മോത്തിലാൽ നെഹ്റു അതിൻ്റെ സെക്രട്ടറി ആവുകയും ചെയ്തു. ഇതാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ അതിൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത് ഏതായിരുന്നു, നിസ്സഹകരണ പ്രസ്ഥാനം. ഒരു കഥ പോലെ നമ്മളൊന്ന് ആലോചിച്ച് പഠിക്കാം. 1947 എന്ന് പറയണത് നമുക്ക് വിജയത്തിൻ്റെയും അതേപോലെ തന്നെ ദുരന്തത്തിൻ്റെയും കൂടി ഒരു വർഷമാണ്. അപ്പോൾ വിജയത്തിൻ്റെ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാർ നമുക്ക് ഭരണം തന്നു. അതേപോലെ ദുരന്തം എന്തുകൊണ്ടാണ് പറയണത്, അവർ ഭരണം തന്നപ്പോൾ തന്നെ നമുക്കുള്ളൊരു പണിയും കൂടെ തന്നിട്ട് പോയി അല്ലേ, എന്താ, ഇന്ത്യ പാക് വിഭജനം. അവർക്ക് മുന്നേ അറിയായിരുന്നു എന്താണ്, ഹിന്ദു മുസ്ലിം ഐക്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം, അത് തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. കാരണം അവർ പോയതിന് ശേഷവും ഇന്ത്യക്ക് ഒരു സമാധാനമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്നായിരുന്നു അത്. ആ മരുന്നിന് അല്ലെങ്കിൽ ആ കരിമരുന്നിന് തിരി കൊടുത്തിട്ടിട്ടാണ് അവർ ഇവിടെ നിന്ന് പോയത്. അതിപ്പോഴും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഏറ്റവും അടുത്ത് നമ്മൾ കണ്ട യുദ്ധസമാനമായ അന്തരീക്ഷം വരെ അതിന് തെളിവാണ്. അപ്പോൾ ഇന്ത്യ പാക് വിഭജനം, അതുകൊണ്ടാണ് 1947 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ദുരന്തത്തിൻ്റെയും അതേപോലെ സന്തോഷത്തിൻ്റെയും എന്താണ് വർഷമായിട്ട് പറയുന്നത്. ഒരേ സമയം വിജയത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും വർഷമായിട്ട് പോകുന്നത്. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 അന്നാണ് അവർക്ക് മനസ്സിലായത് ഇവിടുത്തെ ഒത്തൊരുമ. അതിന് ശേഷമാണ് അവർ ബംഗാൾ വിഭജനം തൊട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ അടുത്തത് ഗാന്ധി ഇർവിൻ പാക്റ്റ്. അതെന്താന്ന് നോക്കാം. 1931 മാർച്ച് 5 ഗാന്ധിയും ഇർവിനും കൂടിയിട്ട് ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ തടയുന്ന ബ്രിട്ടീഷ് ഉത്തരവുകൾ തടയുക. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അറസ്റ്റിലായവരെ വിട്ടയക്കുക. ഉപ്പിൻ്റെ പേരിലുള്ള നികുതി പിൻവലിക്കുക. ഇതൊക്കെയാണ് എന്ത്, ഗാന്ധി ഇർവിൻ പാക്റ്റ്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള കാര്യങ്ങൾ, ആദ്യ കാലഘട്ടത്തിലും പിന്നീടുള്ള കാലഘട്ടത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അതിൻ്റെ പരിഗണനകൾ എന്ന് പറയുന്നത് കോട്ടൺ കയറ്റുമതി നികുതികൾക്ക് ഇന്ത്യക്ക് അനുകൂലമാക്കുക. കോട്ടൺ കയറ്റുമതി നികുതികൾ ഇന്ത്യക്ക് അനുകൂലമാക്കുക. ഗവൺമെൻറ് സർവീസുകളെ ഭാരതവൽക്കരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അഫ്ഗാൻ നയത്തോടുള്ള എതിർപ്പ്. വെർണാക്കുലർ പ്രസ് നിയമവും പ്രസ്സിൻ്റെ മേലുള്ള നിയന്ത്രണവും എതിർക്കുക. ഇനി എന്തൊക്കെയാണ് പിന്നീട് അവരുടെ പരിഗണനകളായിരുന്നത്? സിവിൽ സർവീസിനെ ഭാരതീയവൽക്കരിക്കുകയും ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും ഒരേപോലെ സിവിൽ സർവീസ് പരീക്ഷ നടത്തുകയും ചെയ്യുക. ഇന്ത്യൻ ജനതയെ ബാധിക്കുന്ന വന നിയമങ്ങളിൽ മാറ്റം വരുത്തുക. ഇതും കൂടി ഒന്ന് നോക്കി വയ്ക്കണം കേട്ടോ. അത് റൗലറ്റ് ആക്റ്റ് ആണ്. അപ്പോൾ റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ 1919 മൊണ്ടേഗ്യൂ ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ അത്രയ്ക്കധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അത്തരം പരിഷ്കാരങ്ങൾക്ക് കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അപ്പോൾ അത്തരം പോരായ്മകളൊക്കെ നിരത്തിയിട്ട് ഇന്ത്യക്കാർക്ക് പരമാവധി പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത്, റൗലറ്റ് ആക്ട്. അപ്പോൾ 1919 തന്നെ
കുപ്രസിദ്ധമായ റൗലറ്റ് ആക്ട് എന്നാണ് പറയണത്. കുപ്രസിദ്ധം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നല്ലതല്ല എന്ന് തന്നെ അർത്ഥം. അപ്പോൾ ഇതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേശീയവാദികളെ ഗവൺമെൻറ് തല്ലിച്ചതയ്ക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളെയൊക്കെ എന്താണ് അടിച്ചമർത്തുക. അതിനൊന്നും എന്താണ് ഒരു കൺട്രോളില്ല, അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാം. അതാണ് ഈ റൗലറ്റ് ആക്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാം, വെടിവെക്കാം. അതിനൊന്നും വേറെ നിയന്ത്രണങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. ഇതൊക്കെയാണ് എന്ത് റൗലറ്റ് ആക്ട് പറയുന്നത്. പൗരസ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൗരസ്വാതന്ത്ര്യത്തെ പാടെ ഇല്ലാതാക്കുന്ന ഒന്നായിരുന്നു എന്ത് റൗലറ്റ് ആക്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് എല്ലാ ഇന്ത്യക്കാർക്കും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ മുഴുവനും അറിയിക്കാനുള്ള യാതൊരുവിധ നടപടികളും അവർ സ്വീകരിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 1919 അമൃത്സറിൽ, പഞ്ചാബിൽ അമൃത്സറിലാണ് ഈ ദുരന്തം നടക്കുന്നത്. നമ്മളെല്ലാവർക്കും അറിയാം. ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുവും, അപ്പോൾ അവരാണ് പ്രധാനമായിട്ടുള്ള ദേശീയ നേതാക്കൾ. അത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ദേശീയ നേതാക്കളായിരുന്നത് പഞ്ചാബിലെ. അവരുടെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യാണ്, ജയിലിലടക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ആൾക്കാർ അവിടെ കൂടുകയാണ്. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന മൈതാനത്തിൽ ഈ പ്രക്ഷോഭത്തിനെതിരെ സമാധാനപരമായിട്ട് പ്രക്ഷോഭം നടത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതേപോലെ തന്നെ വലിയ മൈതാനാണ്. ഈ സമാധാനപരമായിട്ട് നടത്തുന്നതിൽ അറിയുന്നവരുണ്ടായിരിക്കും. ഈ റൗലറ്റ് ആക്ടിനെ പറ്റി അറിയുന്നവരുണ്ട്, ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട്. അതൊന്നുമല്ലാതെ ആ സായാഹ്നത്തിൽ ഈ മൈതാനത്തിൽ വന്ന് കുറച്ച് നേരം കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കില്ലേ, അതുപോലെ വന്നിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമല്ലാതെ ഇരിക്കുന്ന ആളുകളും ആ മൈതാനത്തിലുണ്ട്. ഈ മൈതാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മൈതാനത്തിൻ്റെ 3 ഭാഗവും മതിലുകൊണ്ട് കെട്ടിയിട്ട് ഒറ്റ കവാടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ നടത്തുന്നതിൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് ബ്രിട്ടീഷ് പട്ടാളം ജനറൽ ഡയർ അമൃത്സറിലെ 1919 ഏപ്രിൽ 11 ഈ ഏപ്രിൽ 10 സത്യപാലും കിച്ചിലും അവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഏപ്രിൽ 11 എന്ത് ചെയ്യാണ്, ഇവർ പ്രക്ഷോഭം നടത്തി. അപ്പോൾ ഈ ഏപ്രിൽ 11 എന്ത് ചെയ്യാണ്, ഇവർ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളം ഈ വഴി കൂടെ, മൈതാനത്തിൻ്റെ ഈ ഒറ്റ കവാടത്തിൽ കൂടെ കയറി വന്ന ആ കവാടം അടച്ചിട്ട് എന്താണ് ഈ പ്രക്ഷോഭകാരികൾക്കെതിരെ വെടിയുതിർക്കാണ്. ഈ വെടിയുതിർക്കുമ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാത്ത ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഇങ്ങനെ ഒരു നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ടെന്ന് പോലും അറിയാത്ത ആൾക്കാർ, ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമല്ലാതെ വെറുതെ സായാഹ്നത്തിൽ വന്നിരിക്കാൻ വന്നിട്ടുള്ള കുറേ പേര്, ഇവരെല്ലാം എന്താണ് അവിടെ മരിച്ചു വീഴുകയാണ്. ഇതിനെയാണ് എന്ത് പറയണത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 20,000-ഓളം വരുന്ന ജനക്കൂട്ടം 1919 ഏപ്രിൽ എന്ത് ചെയ്യാണ്, അവിടെ മരിച്ച് വീഴാണ്. ഇതിനെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 144 പ്രകാരം അവിടെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിരോധനാജ്ഞയൊന്നും അവിടെ ഉള്ള ആളുകൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ പൗരസ്വാതന്ത്ര്യത്തെ പോലും തകർക്കുന്ന രീതിയിലുള്ള ഒരു ആക്ട് ആയിരുന്നു. ഇങ്ങനെയുള്ള ദേശീയവാദികൾക്കെതിരെ വളരെ ക്രൂരമായിട്ട് ബ്രിട്ടീഷ് പട്ടാളത്തിന് എന്ത് ചെയ്യാം, ദേശീയവാദികൾക്കെതിരെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ക്രൂരമായിട്ട് പ്രതിരോധിക്കാം എന്നുള്ളൊരു നിയമമാണ് റൗലറ്റ് ആക്ട്. അങ്ങനെ സത്യപാലും കിച്ചിലുവും അവരായിരുന്നു പ്രധാന പഞ്ചാബിലെ ദേശീയവാദികൾ. അവരെ ഏപ്രിൽ 10 എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനെതിരെ കൂടിയിട്ടുള്ള പ്രക്ഷോഭകാരികളാണ് ജാലിയൻ വാലാബാഗ് അമൃത്സറിലെ ആ മൈതാനത്തിൽ. അപ്പോൾ അവിടെ ഇതിന് കൂടിയവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. ഒറ്റ കവാടം ഉണ്ടായിരുന്നുള്ളൂ. ജനറൽ ഡയർ പട്ടാളവുമായിട്ട് വരുന്നു, വെടിവെക്കുന്നു. 20,000-ഓളം പേര് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു. ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. 1 മാർക്കിന് 1 വേർഡൊക്കെ ആയിട്ട് എന്ത് ചോദിക്കാം, വർഷം എടുത്ത് ചോദിക്കാം. അതല്ലാതെ എന്താണ് ഇങ്ങനെ ഓരോ സംഭവങ്ങളായിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സംഭവങ്ങളും പഠിച്ചു വെക്കണം കേട്ടോ. അടുത്താണ് സിവിൽ ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പോൾ ഗാന്ധിജി നയിച്ച ഏറ്റവും വലിയ ആദ്യമായിട്ട് നയിച്ചതാണ് എന്ത്,
നിസ്സഹകരണ പ്രസ്ഥാനം, ഈ രണ്ടാം നയിക്കുന്നതാണ് എന്ത്? സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പോൾ അതിലൊന്നാമത്തത് ഉപ്പ് നിയമം ലംഘിക്കുക, സർവ്വവിധ നിയമങ്ങളും ലംഘിക്കുക എന്നുള്ളത്. അതാണ് എന്ത്? സിവിൽ ഡിസൊബീഡിയൻസ്. പൂർണ്ണ സ്വരാജ്, അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എല്ലാ തരം നിയമങ്ങളും ലംഘിക്കുക. അപ്പോൾ അതിലൊന്നെന്താണ്? ഉപ്പ് നിയമം ലംഘിച്ചു. 2, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിയമ കോടതികൾ, നിയമനിർമ്മാണ സഭകൾ ഇതൊക്കെ ബഹിഷ്കരിക്കുക. വിദേശ വസ്തുക്കൾ, വസ്ത്രങ്ങൾ അതൊക്കെ ബഹിഷ്കരിക്കുക. ഗവൺമെൻറ് നികുതി നിഷേധിക്കുക. സ്ത്രീകൾ മദ്യഷാപ്പുകൾ പിക്കറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അവർ ആദ്യഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള പരിപാടികൾ. പിന്നെ അതിൽ പ്രധാനപ്പെട്ടതാണെന്ത്? ഉപ്പ് സത്യാഗ്രഹം. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഗാന്ധിജി എന്തുകൊണ്ട് ഉപ്പ് തിരഞ്ഞെടുത്തു, എന്താ പഞ്ചസാര തിരഞ്ഞെടുക്കാത്ത എന്നൊക്കെ ചോദിക്കാം. ചോദ്യമല്ല, നമ്മൾ ആലോചിക്കാം. അപ്പോൾ ഈ ഉപ്പ് എന്ന് പറയുന്നത്, ഉപ്പ് പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവരും കഴിക്കുന്ന ഒന്നാണ്. വളരെ വില കുറവായതുകൊണ്ട് എന്താണ്, പട്ടിണി പാവമുള്ള ആളുടെ വീട്ടിൽ ഉപ്പുണ്ടാവും, കോടീശ്വരൻ്റെ വീട്ടിലുണ്ടാവും. കോടീശ്വരനും ഉപ്പ് വേണം അല്ലേ? ഉപ്പില്ലാതെ ഒന്നുമില്ല. പട്ടിണി പാവമുള്ളവൻ എന്ത് ചെയ്യും? പഞ്ചസാര, ചായയിൽ പഞ്ചസാര ഇല്ലാണ്ട് കഴിക്കേണ്ടി വരും. കാരണം പഞ്ചസാരയ്ക്ക് വില കൂടുതലാണ് ഉപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ ഉപ്പില്ലാണ്ട് കുടിക്കേണ്ട അവസ്ഥ വരുന്നില്ല. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഉപ്പിന് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും വരുന്നില്ല, എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഉപ്പിന് എന്താണ്? അധിക നികുതി ചെലുത്താണ്. അപ്പോൾ ഗാന്ധിജി എന്താണ്? ഞങ്ങൾ പോയി ഉപ്പ് കുറുക്കി ആ നിയമം ലംഘിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ദണ്ഡി യാത്ര നടത്തുന്നത്. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന്, അവിടെ നിന്ന് ഏകദേശം 200 മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് കാൽനടയായിട്ട്, 24 ദിവസത്തെ കാൽനടയാണ് ചെയ്യണത്. കാൽനടയായിട്ട് ഗാന്ധിജി പോവാണ്. ഗാന്ധിജിയും ഗാന്ധിജിയുടെ കൂടെയുള്ള അനുയായികളും കൂടെ പോവാണ്. അങ്ങനെ ദണ്ഡി കടപ്പുറത്ത് ഏപ്രിൽ 6 എത്തിയിട്ട്, 1930 ഏപ്രിൽ 6 എത്തിയിട്ട് കടൽ വെള്ളം കുറുക്കി ഉപ്പുണ്ടാക്കിയിട്ട് ആ നിയമം ലംഘിക്കുകയാണ്. ഇത് ഇന്ത്യയിലുടനീളം പല ഭാഗങ്ങളിൽ എന്താണ് ഇങ്ങനെയുള്ള ഉപ്പു സത്യാഗ്രഹം നടന്നു. കേരളത്തിൽ പയ്യന്നൂരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. കേളപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? കേരള ഗാന്ധി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഉപ്പു സത്യാഗ്രഹം ഇങ്ങനെ വരിക വരിക സഹചരേ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഉപ്പ് കുറുക്കിയിട്ട് ആ നിയമം ലംഘിച്ചു. ഇതാണ് ഗാന്ധിജി ചെയ്തിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാന കാര്യം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഗാന്ധി ഇർവിൻ പാക്ട് സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. 1931 മാർച്ചിൽ, അതായത് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെയുള്ള ഒരു നിയമങ്ങളും പാസ്സാക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതൊക്കെ എന്താണ് ഇതിന് ഭാഗമായിട്ട്, ഇവരുടെ സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു അനുനയന ചർച്ചയാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഓഗസ്റ്റ് ഓഫർ, അല്ലെങ്കിൽ എന്താണ്? ഓഗസ്റ്റ് വാഗ്ദാനം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്താണ് ബ്രിട്ടന് ഒരുപാട് തിരിച്ചടികളൊക്കെ ഉണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 1940 ഓഗസ്റ്റ് 8 അന്നത്തെ വൈസ്രോയി ആയിട്ടുള്ള ലിൻലിത്ഗോ പ്രഭു പുറത്തിറക്കിയിട്ടുള്ള വാഗ്ദാനങ്ങളാണ് എന്ത്? ഓഗസ്റ്റ് ഓഫർ. അത് ആരാണ്, ഏത് വർഷമാണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി നോക്കാനുള്ളത് എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ഇന്ത്യയിലുണ്ടായ ബ്രിട്ടീഷിനെതിരെ ഉണ്ടായിട്ടുള്ള അവസാനത്തെ ബഹുസമരമാണ് എന്ത്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഇങ്ങനൊരു സമരത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഗാന്ധിജി തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗാന്ധിജി ഇങ്ങനെ ഒരു സമരം തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിപ്സ് മിഷൻ, സൈമൺ കമ്മീഷനൊക്കെ ശേഷം ക്രിപ്സ് മിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നെന്താണ്, അവരുടെ ദൗത്യം പരാജയപ്പെട്ടു, കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ത്യക്ക് ഒരു ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ 2ാം ലോക മഹായുദ്ധക്കാലത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പൈസ വേണമല്ലേ യുദ്ധം നടത്താനായിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇന്ത്യയിൽ സാധനങ്ങളൊക്കെ വില കൂട്ടി ഇവിടെ നിന്നൊക്കെ പൈസ ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ വളരെയധികം വിലക്കയറ്റം. അപ്പോൾ ബ്രിട്ടീഷുകാരോടൊക്കെ ഒരുപാട് എതിർപ്പായി. പിന്നെ മാത്രമല്ല എന്താണ്, ജപ്പാൻ്റെ ആക്രമണ ഭീഷണി എവിടെ? ബ്രിട്ടനിൽ. അപ്പോൾ ആ സമയത്ത് നോക്കി, അപ്പോൾ അവരെ ആക്രമിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് അടിക്കാൻ തുടങ്ങിയാൽ ഇവർക്ക് അവിടെ ഇവിടെ നോക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മളവർ വിട്ടു പോകും. അപ്പോൾ ആ ഒരു ഉന്നം ഇതൊക്കെ കൂടി എന്താണ്, ഇപ്പോൾ ഒരു സമരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് നമ്മളെ കൈവിടാനുള്ളൊരു
സമയമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു സമരം ഗാന്ധിജി മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ സമ്മേളിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഇതിൻ്റെ പ്രമേയം പാസ്സാക്കുകയും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അപ്പോൾ ഇത് ആരംഭിച്ച് ഓഗസ്റ്റ് 9 തന്നെ എന്താണ് ചെയ്തത്? ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ബ്രിട്ടീഷുകാർ വന്ന് അറസ്റ്റ് ചെയ്തു. അതോടുകൂടി എന്താണ്, അഹിംസയൊക്കെ പോയി, ജനങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്തു. മൊത്തം എന്താണ്, കൊട്ടിക്കലാശം പോലെയായി. കൊട്ടിക്കലാശം പോയാന്നുള്ളത് അതായത് ഓരോരുത്തരും സ്വമേധയാ ഇറങ്ങി വന്നു. അവസാനം എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്തു, ബ്രിട്ടീഷിൻ്റെ അധികാര കേന്ദ്രങ്ങളായിരുന്ന ഗവൺമെൻറ് കെട്ടിടങ്ങളൊക്കെ ആക്രമിക്കുക, റെയിൽവേ സ്റ്റേഷനുകളും തീവണ്ടി പാതകളും തകർക്കുക, ടെലഫോൺ കമ്പനികളൊക്കെ മുറിച്ചു നീക്കുക, പാലങ്ങൾ തകർക്കുക, റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരു തരം വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്യാനായിട്ട് തുടങ്ങി. വിദ്യാർത്ഥികളും കർഷകരും സ്ത്രീകളും എല്ലാവരും സമരരംഗത്തേക്ക് ഇറങ്ങി. ഇതിൽ കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളുമായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണെങ്കിലോ നിരന്തരം ഇത് അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു. ഇവർ മർദ്ദിക്കുക, അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുക, വെടിവെപ്പ്, ബോംബിടൽ, അങ്ങനെയൊക്കെ പലതരത്തിൽ സമരത്തിനെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു. ആ 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തു, ഗവൺമെൻറ് സമരം അടിച്ചമർത്തി. പക്ഷെ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം ദേശീയ ബോധത്തിൻ്റെ ആഴം പ്രകടിപ്പിച്ചൊരു സമരമായിരുന്നു. കാരണം ഗാന്ധിജിയുമായ ആൾക്കാർക്ക് അറസ്റ്റ് ചെയ്തെങ്കിൽ കൂടി ഓരോരുത്തരും സ്വന്തമായിട്ട് സമരമുഖത്തേക്ക് ഇറങ്ങി വന്നതാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ സമരം ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തി. അവസാനിക്കാറായി. അവരെ അടിച്ചമർത്തിയെങ്കിൽ കൂടി എന്താണ്, പിടിച്ചു നിൽക്കാനുള്ള സമയം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റില്ല എന്ന് അവരെ മനസ്സിലാക്കി കൊടുത്തു. ജയപ്രകാശ് നാരായണനെ പോലെയുള്ള നേതാക്കന്മാരെ സംഭാവന ചെയ്യാനും ഈ സമരത്തിന് കഴിഞ്ഞു. ഇതിലാണ് എന്താണ്, ജയപ്രകാശ് നാരായണനെ പോലെയുള്ള ശക്തരായിട്ടുള്ള നേതാക്കന്മാർ മുൻപന്തിയിലേക്ക് വരുന്നത്. ഇതൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രാധാന്യം. അതിനുശേഷം നമുക്കൊരു വലിയ സമരം ഉണ്ടായിട്ടില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോഴേക്കും എന്താണ്, 1947 ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്താണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് എന്ത്, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ള കാര്യങ്ങൾ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിലത്തെ വർഷങ്ങളാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓരോ ആൾക്കാരെ നേതാക്കന്മാരെയും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വൺ വേർഡ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതും നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇതൊക്കെ ഓരോന്നും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.